നമുക്ക് സിറ്റൗട്ട് മൊത്തം ഇപ്പോൾ കുളമായിരിക്കാം. എടുക്കുമ്പോഴേ നമുക്കത് പ്ലാൻസുണ്ട്. എൻ്റെ മറ്റു പല വീഡിയോകളിലും ഞാൻ എല്ലാ പ്ലാൻസും കാണിച്ചതുകൊണ്ട് 1 by 1 ആയിട്ടൊന്നും ഇപ്പോൾ എടുത്ത് കാണിക്കുന്നില്ല. ഞാൻ ചുമ്മാ ജസ്റ്റ് ഇങ്ങനെ ഒരു വീഡിയോ ജസ്റ്റ് ഇങ്ങനെ വെറുതെ കാണിച്ചു തരാം. ഇത് ഒരു കുഞ്ഞ് ഫ്രണ്ടിൽ സെറ്റ് ചെയ്തിട്ടുള്ളൊരു കുഞ്ഞു ഗാർഡനാണ്. പരിമിതമായ സ്ഥലമുള്ളവർക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്ന പോലെ ഒരു ഗാർഡനാണ്. എല്ലാം ചട്ടിയിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. നമുക്ക് മുറ്റമൊന്നുമില്ല, മണ്ണൊന്നുമില്ല. വീടിൻ്റെ പുറകിലാണെന്നുണ്ടെങ്കിലും സ്ഥലമൊന്നുമില്ല. ഉള്ള സ്ഥലം കോൺക്രീറ്റ് ചെയ്ത് വെച്ചിരിക്കുക. അതും ചെറിയൊരു ഏരിയ മാത്രമേ ഉള്ളൂ. ഇവിടെ നിന്ന് ഇതുണ്ടോ സ്റ്റെപ്പ് നേരെ ഇറങ്ങുന്നത് റോഡ് സൈഡിലേക്കാണ്. ഓക്കെ, അപ്പം ഇങ്ങനെ ചെറിയൊരു ഗാർഡനാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ആ സൈഡിലേക്ക് ഫിഷ് പോണ്ടൊക്കെ ഉണ്ട്, കാറിൻ്റെ ആ സൈഡിൽ പുറകിൽ. ഞാനിപ്പോൾ അതിലേക്കൊന്നും പോകുന്നില്ല. അത് ഞാൻ മുൻപും ചെയ്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ പിന്നീടും വേറെ 1-2 വീഡിയോ ഒക്കെ ആയിട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾക്ക് ഇനി നേരെ ഫിലോഡെൻഡ്രോൺ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് എന്താണെന്നുള്ള ആ വിശേഷങ്ങളിലേക്ക് കിടക്കാം. അപ്പം ഇതിനെ ഫിലോഡെൻഡ്രൻ മൈക്കിൾ എന്നാണ് പറയുക, അല്ലെങ്കിൽ വെൽവെറ്റ് മണി പ്ലാന്റെന്നോ വെൽവെറ്റ് പ്ലാന്റെന്നോ ഫിലോഡെൻഡ്രൻ വെൽവെറ്റെന്നോ അങ്ങനെയൊക്കെ പറയാറുണ്ട്. ഒരുതരം മണി പ്ലാന്റ് തന്നെയാണ്. ഒരു എന്താ പറയുക, പ്രൊപ്പഗേറ്റ് ചെയ്ത് വെള്ളത്തിലും മണ്ണിലും ഒക്കെ വെച്ച് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുപ്പിക്കാൻ പറ്റുന്ന ഒരു മണി പ്ലാന്റ് തന്നെയാണ്. മണി പ്ലാന്റ് പോലൊരു പ്ലാന്റ് തന്നെയാണ്. ചില ഇലയൊക്കെ ചില ഇലകൾ ഒക്കെ ചുരുണ്ട് മടങ്ങിയൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കരുതി ഇനിയിപ്പോൾ ഇതിനെന്തായാലും കട്ട് ചെയ്തെടുത്ത് മാറ്റി കുഞ്ഞു കുഞ്ഞു പീസസ് ആക്കി ഹാങ് ചെയ്യുന്ന പോലെ തന്നെ അതേപോലെ കുറച്ച് വേറെ വെള്ളത്തിലൊക്കെ വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ എന്താ മാർഗം എന്നുള്ളതാണ് ഞാനിപ്പം ചെക്ക് ചെയ്യുന്നത്. ഇതിന്റെ വേര് ഇത്രയും ലെങ്ത് താഴെ വേരക്കിളങ്ങി വന്നിട്ടുണ്ട്. നമ്മളതിന് കുറച്ച് പീസസ് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് വേറെയാണ്. ഇതൊരു 3 വലിയ പീസസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിവിടെ വരണം 4. പിന്നെ നമ്മൾ ഇതിനെ മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ട് ഇതുണ്ടോ, ഇതിനകത്ത് ഇപ്പം 3-4 ചെടികളുണ്ട്. നമ്മൾ ഈ ചെടിനെയും മാറ്റി വയ്ക്കാനായിട്ട് ഈ ചട്ടിയിൽ നിന്ന് ഇപ്പം മാറ്റിയതാണ്. അപ്പോൾ ഇതിനകത്തൊരു മൊത്തം 4 തൈകളുണ്ട്. ഇത് 4 നമ്മൾ മാറ്റി വയ്ക്കുന്നുണ്ട്. ഞാൻ ഈ ചെടിയുടെ പേര് മറന്നുണ്ടോ, എനിക്ക് അറിയുന്നില്ല. അപ്പോൾ ഇത് നമ്മൾ മാറ്റി വയ്ക്കുന്നുണ്ട്. 4 ഡിഫറെൻറ്റ് സ്പോട്ടിലേക്ക് ആക്കിയിട്ട് നമ്മൾ ആദ്യം ഇതിൻ്റെ പേര് ഇങ്ങനെ വാഷ് ചെയ്തെടുക്കുകയാണ്. വാഷ് ചെയ്തെടുക്കുമ്പോഴേ നമുക്കത് അല്ലെങ്കിൽ പൊട്ടിപ്പോകും. നമുക്കത് കുറച്ച് മാറ്റാനായിട്ട് പറ്റില്ല, ഡിഫിക്കൽട്ടായിരിക്കും. സോ ഇപ്പോൾ ഞാൻ അതിൽ നിന്ന് കട്ട് ചെയ്തതുണ്ടോ 1, 2 ഇപ്പോൾ അടിയിൽ നിന്ന് കുറച്ചിങ്ങനെ പൊട്ടി വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിങ്ങനെ ഒന്നിച്ച് വയ്ക്കാൻ പോവുകയാണ്. പിന്നെ ഇനി ഇതാണ് മെയിൻ പ്ലാന്റ്. അതിനെയും അതിൻ്റെ സൈഡിൽ നിന്ന് ഇതിനെയും അടർത്തിയെടുക്കുക. അയ്യോ, ഓക്കെ. അപ്പോൾ ഇതൊരു ചെടിയായിട്ട് വെക്കും. ഇതിപ്പോൾ അടിയിൽ നിന്ന് പൊട്ടിയിട്ടുണ്ട്. ഷിറ്റ്, സാറില്ല. എന്നാലും ഞാനിപ്പോൾ ആ ബോട്ടിൽ ഇങ്ങനെ വെക്കാൻ പോകാം. ഉണ്ടാവും അറിയില്ല. അപ്പോൾ പഴയ ചട്ടിയിട്ട് മണ്ണൊക്കെ തന്നെയാണ് നമ്മൾ വീണ്ടും തിരിച്ചത്. കാരണം നമുക്കിവിടെ മണ്ണൊന്നുമില്ല. മണ്ണ് അപ്പുറത്തെ തൊടിയിൽ പോയിട്ടൊക്കെ മറ്റേ ചട്ടിയിൽ കൊണ്ടുവരണം. സ്ഥലം അപ്പോൾ അവിടെയൊക്കെയാണ് മണ്ണ് കൊണ്ടുവരുന്നത്. ഇപ്പോൾ ലാസ്റ്റ് ഈ ലെങ്ത്തുള്ളതാണ് വയ്ക്കാൻ പോകുന്നത്. അതായത് നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഇത് അത്രയും മണ്ണിട്ട് കൊടുക്കണം. അതുകൊണ്ടാണ് നമ്മൾ ലെങ്ത്തിൽ എടുക്കുന്നത്. അതിന് മുളയൊക്കെ വരുന്നുണ്ട്. മുളച്ച് വരുമായിരിക്കും അടുത്ത പുതിയ ചെടികൾ. സോ അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ വെൽവെറ്റ് മണി പ്ലാന്റ് അഥവാ ഫിലോഡെൻഡ്രൻ മൈക്കാൻ നമ്മളിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ പഴയത് അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഓക്കെ, അതിൽ നിന്ന് കട്ട് ചെയ്ത വള്ളികളാണ് നമ്മൾ ഇവിടെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. ഒരു 5-6 വള്ളിയുണ്ട് ലെങ്ത്തിൽ. അത് ഒറ്റ ചട്ടിയിൽ തന്നെ വെച്ചിരിക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മളിനിപ്പം മഴ പെയ്യുന്നുണ്ട്. നല്ല മഴ പെയ്യുമ്പോൾ ഇവിടെയൊക്കെ വെള്ളം ഒഴിച്ച് ഞാൻ ഇതൊക്കെ ക്ലീൻ ചെയ്യും. പുറത്ത് നമുക്ക് മുറ്റമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ടൈൽസിൽ തന്നെ വെച്ചിട്ട് ഈ മണ്ണിൻ്റെ പരിപാടിയൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ ഓൾറെഡി ഷീറ്റ് ഇട്ടിട്ടില്ല. ഷീറ്റ് ഇടാൻ വേണ്ടിയിട്ടുള്ള സ്ട്രക്ചർ വർക്കൊക്കെ നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഷീറ്റൊക്കെ ഇടുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ മണ്ണ് ചാക്കിൽ കൊട്ടിയിട്ട് ഇങ്ങനെ
മിക്സ് ചെയ്ത് പോട്ടിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ഇത് മാറ്റി വയ്ക്കുന്നുണ്ട്. ഓക്കെ, അതേപോലെ നമ്മൾ മാറ്റി വെച്ച ഈ ചെടി 1 2, പിന്നെ ആ വൈറ്റ് പോട്ടിൽ 3, പിന്നെ നമ്മൾ ഈ സ്നേക്ക് പ്ലാന്റ് മാറ്റി വെച്ചു 1 2, പിന്നെ ഒരു കുഞ്ഞ് ചെടി ഇവിടെ ഉണ്ട്. ഇതാണ്ടോ ആയിരിക്കുന്ന ഇതാണ്ടോ, അത് നമ്മൾ ഇതിന്ന് പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പം ഞാൻ ഈ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ബാക്കി ഞാൻ എടുക്കുന്നില്ല. ഇതൊക്കെ മാറ്റി വയ്ക്കാനുള്ളതാണ്. ഇതൊക്കെ ഉണ്ടോ മാറ്റി വയ്ക്കുന്നുണ്ട്. നോക്ക്, സിറ്റൗട്ട് മൊത്തം ഇപ്പോൾ കുളമായിരിക്കുക.